തിരുവേനി ഇവിടെ വന്നതിന് ശേഷം മുമ്പേ പറഞ്ഞതുപോലെ മനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചു. വളരെ പെട്ടെന്നാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു വർഷം ഏകദേശം അതിൻ്റെ ബഡ്ജറ്റ് 2.5 കോടി 2 കോടി രൂപയായിട്ടുണ്ട്. രൂപയായിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പടുത്തുയർത്താനും അത് കൂതാശ ചെയ്യാനും ഒക്കെ സാധിച്ചു. അത് ചിലയിടത്തൊക്കെ എത്ര വർഷങ്ങളായിട്ട് പണി നടക്കുന്ന ഭദ്രാസനങ്ങളിൽ പണി നടക്കുന്നിടമുണ്ട്. പണിതത് കടമായിട്ട്, കടത്തിന് വേണ്ടി കടമായിട്ടും പലിശ കൊടുക്കുന്നതും ഒരുപാട് കെട്ടിടങ്ങളുണ്ട് പല ഭദ്രാസനങ്ങളിലും. പക്ഷെ ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷം തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിനും അതോടൊപ്പം തന്നെ എനിക്കൊന്നും വലിയ തലവേദനയൊന്നും തിരുവേനിക്ക് ആ കാര്യങ്ങളിൽ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെയും സഹകരണം ഒരു പ്രധാന ഘടകം. ഏറ്റവും പ്രധാനം ഈ ഭദ്രാസന അസംബ്ലിയിൽ ഇതിനൊരു തീരുമാനമെടുത്തു. ഭദ്രാസന കൗൺസിൽ എനിക്കൊരു സ്വാതന്ത്ര്യം തന്നു. ഭദ്രാസന കൗൺസിലിൽ നിന്ന് 2 പേരെ ഇതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് വെച്ചു. പക്ഷേ എൻ്റെ ഒരു സ്വാതന്ത്ര്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞത്, ഒരു ഭദ്രാസനത്തെ ഞാൻ ഇതിനകത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയില്ല എന്നൂടെ പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ ഇത്രയും ഒരു തുക മുടക്കാന്ന് പറഞ്ഞ ഭദ്രാസനത്തെ സംബന്ധിച്ച് അത്രയും ആസ്തി നമുക്കില്ല. പിന്നെ പള്ളികളെ നമ്മൾ സ്ക്വീസ് ചെയ്യണം. പള്ളികളിലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു സോഴ്സ് കണ്ടെത്താമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ സോഴ്സ് കണ്ടെത്തുകയും ഈ വർക്കിന് എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഒരു ചിന്താ രീതിയിൽ ഇത് രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് വരാനായിട്ട് വന്നു. പക്ഷെ കൗൺസിലിൽ നമ്മളിതെല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും അവരോട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിക്ക് ഈ പറയുന്ന പോലെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു ഇത് മാത്രമേ തിരുമേനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫണ്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഐഡിയ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പൊ അതിനെ നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ ഈ കാര്യങ്ങൾ. ആ സങ്കല്പങ്ങളെ പലരുടെ അഭിപ്രായം കൂട്ടിച്ചേർത്ത് നമ്മളിത് കുറെ കൂടെ ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചു. നമ്മുടെ ഈ ഭദ്രാസനത്തില് ഒരുപാട് മറ്റ് സ്ഥാപനങ്ങൾ, ആത്മീയ സംഘടനകളല്ലാതെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നന്നായി എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. നമുക്ക് പണമുണ്ടെങ്കിൽ ഇനി ബെറ്റർ ആക്കാം. ഇതൊന്നും ഞാൻ തുടങ്ങിയതല്ല. എല്ലാം എൻ്റെ മുൻഗാമികൾ തുടങ്ങിയ പ്രസ്ഥാനം. ഞാനായിട്ട് വന്ന ഒരു പ്രസ്ഥാനവും പുതുതായിട്ട് തുടങ്ങിയിട്ടില്ല. എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രകാശധാര സ്കൂള്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ സ്കൂളാണ്. അവിടെ 104 കുട്ടികളും 24 അധ്യാപകരുമുണ്ട്. അതിൻ്റെ ഒരു ഹോസ്റ്റലുണ്ട് അവിടെ തന്നെ. പിന്നെ നമുക്കുള്ളത് ഒരു പാലിയേറ്റീവ് കെയർ ആണ്. അത് പത്തനംതിട്ട തന്നെ മേലപ്രായിക്ക് പോകുന്ന ആ സ്ഥലത്ത് അവിടെയുണ്ട്. വേറെ ഒരെണ്ണം ബെത്സൈദ മിഷൻ എന്ന് പറഞ്ഞ് പണ്ട് സന്തോഷച്ചൻ നടത്തിക്കൊണ്ടിരുന്നത്, അത് ഭദ്രാസനത്തെ ഏൽപ്പിച്ചു. അതും പാലിയേറ്റീവ് കെയർ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ബെഡ്രിഡനായിട്ടുള്ള ആളുകളുണ്ട്. ഏതാണ്ട് 26ഓളം പേര് ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. 3 വൃദ്ധമന്ദിരങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് കീരുവഴിയിൽ. അപ്പം മറ്റ് 2 പുരുഷന്മാർക്കായിട്ടുള്ളതാണ്. പിന്നെ ലയൺസ് ക്ലബ്ബുമായിട്ട് ചേർന്ന് നമ്മൾ ഡയാലിസിസ് സെന്റർ നടത്തുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുകൂടാതെ കോന്നിയിൽ സെന്റ് തോമസ് കോളേജ് ഉണ്ട്. നമുക്ക് ടൗണിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. നമ്മുടെ കുറച്ച് ആളുകൾക്കൊക്കെ ഒരു റെഡ്യൂസ്ഡ് റേറ്റിൽ ഒക്കെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ അതുപോലെ നമ്മുടെ. പിന്നെ നമുക്ക് ഒരു ITI ഉണ്ട്. അപ്പം അങ്ങനെ. പിന്നെ കാതോലിക്കറ്റ് കോളേജ് നമ്മുടെ കേന്ദ്ര MOCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ ഞാൻ അതിൻ്റെ റിസൈഡിങ് മാനേജറും റെസിഡന്റ് മാനേജറും ഒരു ലോക്കൽ ഗവേണിംഗ് ബോഡിയും ഒക്കെ ഉണ്ട്. ലോക്കൽ മാനേജർ ഞാനാണ്. അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. സ്കൂളും കാതോലിക്കറ്റ് സ്കൂള് ശരിക്കും പറഞ്ഞാൽ അത് നേരെ സ്കൂളിൻ്റെ നമ്മുടെ സഭയുടെ സ്കൂൾ സിസ്റ്റത്തിൽ തന്നെ പോകുന്നു. അതിന്റെ ലോക്കൽ മാനേജർ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മിക്കവാറും അതിനകത്ത് പല കാര്യങ്ങളിലും എന്നെ
അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അതും നമുക്ക് അഭിമാനകരമായ ഒരു സ്കൂളാണ്. പത്തനംതിട്ട ജില്ലയിലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും റിസൾട്ട് കൊണ്ടും നോൺ അക്കാഡമിക് തലങ്ങളിലുമൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന സ്കൂളാണ്. എനിക്ക് തോന്നുന്നു അവിടെ അഡ്മിഷൻ കിട്ടാൻ പോലും പാടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര ഡിമാൻഡ് ഉണ്ട്. പഠിക്കാത്ത കുട്ടികൾക്ക് അവിടെ admission ബുദ്ധിമുട്ടാണ്. മാനേജ്മെന്റ് കോട്ടയിൽ പോലും അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമുക്ക് സഭയ്ക്ക് ഒരു അഭിമാനമാണ്. വലിയ അഭിമാനം. എനിക്ക് തോന്നുന്നത് 1931 തുടങ്ങിയ സ്കൂളാണ്. അതെ. പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയാണ് ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളായിരുന്നു ആദ്യം ഈ കോളേജിന്റെ സ്ഥലത്ത്. ഈ കോളേജിന് പെർമിഷൻ കിട്ടിയപ്പോഴാണ് ഇവിടെ കോളേജ് ആവുകയും സ്കൂൾ അങ്ങോട്ട് മാറ്റുകയും ചെയ്തത്. പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഈ അരമന നിൽക്കുന്ന സ്ഥലം എത്ര സ്ഥലമുണ്ട്? 1.2 ഏക്കേഴ്സോളം ഉണ്ട്. കൃഷി ഉണ്ടോ? കൃഷിയുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പന്നിയൊക്കെ ഇവിടെ ആയി തുടങ്ങി. എന്നാലും പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ പച്ചക്കറിയൊക്കെ, പിന്നെ കുറച്ച് കപ്പയൊക്കെ ഇടും. അത് കുറച്ചൊക്കെ പന്നിയും എലിയും കൊണ്ടുപോകും. നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള കിട്ടത്തില്ല. ബുദ്ധിമുട്ടാണ്. കുറച്ച് മൂട് തെങ്ങുകളുണ്ട്. പിന്നെ വാഴക്കൊലയൊക്കെ ഇടയ്ക്ക് കൂടുതലും നമ്മൾ വാങ്ങിക്കുകയാണ് ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ. തിരുമേനി പറഞ്ഞ ഇവിടെ മറ്റേ ഡോർമെറ്ററി ഒക്കെ മേളിലുണ്ട്. അവിടെ അത്യാവശ്യം ക്യാമ്പുകളൊക്കെ നടത്തി ആരെങ്കിലുമൊക്കെ വന്നാൽ താമസിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ വരുന്നവർക്കൊക്കെ താമസിക്കുമ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ ഒരു കുക്കേ ഉള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് എല്ലാവരും കൊണ്ട് നടക്കത്തില്ല. അപ്പൊ അതിനുള്ള സംവിധാനമൊക്കെ ഇനി ഉണ്ടാകണം. അതിനുള്ള പ്ലാനുണ്ട്. നമുക്ക് ഒരു സ്ഥിര സംവിധാനം ഉണ്ടാകണം. ഇനി എന്തെങ്കിലും പണി ഇതിനകത്ത് ഡോർമെട്രിക്കകത്ത് കട്ടിലുകളൊന്നും ആയില്ല. നമ്മളതെല്ലാം ഇനിയും ചെയ്യണം. ബാത്റൂമിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഈ ഇതിനോട് ചേർന്ന് തന്നെ ടൗണിൽ നമ്മളൊരു 33 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അതെ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അതെ. തിരുമേനി വന്നതിന് ശേഷം? അതെ. അതൊരു 3 കോടി രൂപ. എന്താണ് അതിന്റെ പർപ്പസ്? നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ടൗണില്, മാർബി എക്സനോസ് ബിൽഡിംഗ്. അതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ്. അപ്പം അതുകൊണ്ട് അത് കൈവിട്ട് പോകാതെ നമ്മളത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ശാന്തി സദനം, ഒരു ഓൾഡേജ് ഹോമുള്ള, അതിനോട് ചേർന്ന് ഒരു 15 സെന്റ് വസ്തു വാങ്ങിച്ചു. നരിയാപുരത്ത് വൈദിക സദനം ഉണ്ടായിരുന്ന സഭ ഭദ്രാസനത്തെ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഇല്ല, ആരുമില്ല. നമ്മളിനി അവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരണം. ഈ പിന്നെ ടൗണിൽ വാങ്ങിച്ച സ്ഥലങ്ങളിൽ ഇപ്പം വല്ല പ്രോജക്റ്റും നമുക്കിപ്പോൾ കടമായതുകൊണ്ട് ഉടനെ ചാടുന്നില്ല. സ്ഥലം അക്വയർ ചെയ്യുന്നു. എന്തായാലും ഭാവിയിൽ അവിടെ തീർച്ചയായിട്ടും അത് KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിൽ. അതെ. അപ്പൊ നല്ലൊരു കൊമേഴ്സ്യൽ പിന്നെ പർപ്പസ്. ഇപ്പൊ മറ്റേത് കൊമേഴ്സ്യൽ. അപ്പൊ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യും. ഭദ്രാസനത്തിന് വരുമാനമാകും. തീർച്ചയായിട്ടും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തിരുമേനിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. വളരെ എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞതുപോലെ വലിയ ഭദ്രാസനങ്ങളിൽ ഒന്ന് തന്നെയാണ് തുമ്പോൺ ഭദ്രാസനം, മലങ്കര സഭ. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 80 പള്ളികളുണ്ടെങ്കിലും പല പള്ളികളിലും വയസ്സായ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. പല ന്യൂ ജനറേഷൻ, പല യുവതി യുവാക്കളും ഒക്കെ പഠനവും അതുപോലെ തന്നെ ജോലി സംബന്ധമായും ഒക്കെ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു. തിരുമേനി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല യോഗങ്ങളിലൊക്കെ തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പം സഭ വളരുന്നത് വിദേശത്താണ്, നാട്ടിലല്ല എന്ന്. അപ്പം അങ്ങനെയുള്ള പള്ളികൾ നമ്മുടെ ഭദ്രാസനത്തിലും തീർച്ചയായിട്ടും ഇതൊരു കോൺട്രവേഴ്സിയാകുമോ എന്ന് എനിക്ക് ഭയം. പക്ഷേ ഇതൊരു എൻ്റെ പഠനത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഒരു മിനിമം ഒരു 10 പള്ളികൾ ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്കും അടയ്ക്കേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അവിടെ ഒന്നും അടുത്ത ജനറേഷൻ താമസിക്കുന്നില്ല. അവരിനി നാട്ടിലുണ്ടെങ്കിൽ തന്നെ അവർ കുറെ കൂടെ ടൗണിലോട്ട് മാറി വീടുകൾ വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ
ഇപ്പോഴത്തെ പ്രതിഭാസമാണ് വന്യമൃഗങ്ങളുടെ. അപ്പോൾ ഈ ആനയും പന്നിയും താഴെയുള്ള കൃഷി മുഴുവൻ നശിപ്പിക്കും. മുകളിലോട്ടുള്ള തേങ്ങ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മലയണ്ണാനും കുരങ്ങും കൊണ്ടുപോകും. അപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ആളുകൾ താമസിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടും. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് ആരാണ്ട് കട്ട് ചെയ്തിട്ടായിരുന്നു. ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ ഒക്കുന്നില്ല. കാരണം ഇങ്ങനൊരു നാട്ടിലേക്ക് എങ്ങനെയാണ് ഒരാളെ വിവാഹം കഴിച്ചു വിടുന്നത്, പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചില മേഖലകളിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 15 വർഷം കഴിയുമ്പോഴേക്കും ചില പള്ളികൾ അടയ്ക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കണം. ഇപ്പോ ഈ ഇന്റർനാഷണലി രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന ചില പോളിസികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കാനഡ, UK അവിടോട്ടുള്ള ഒഴുക്ക് ഈ വർഷം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ വല്ലതും ഇനിയും സംഭവിച്ചെങ്കിലേ നമുക്കിവിടെ ആളുകൾ നിൽക്കുകയുള്ളൂ. ഈ രാജ്യത്ത് ഞാൻ നോക്കിയിട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ, ആരെയും കുറ്റമൊന്നും പറയുകയല്ല, ഇവിടെ നിർത്താനായിട്ടുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്? റിസോഴ്സ് ഇല്ല. ഒരു 3 കാര്യങ്ങളിൽ എനിക്ക് ബോധ്യപ്പെടണം. ഒന്ന്, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ഒരു റിലീജിയസ് സിറ്റുവേഷൻ ഫേവറബിൾ. രണ്ടാമത്തേത് ഒരു എക്കണോമിക് സിറ്റുവേഷൻ ഫേവറബിൾ. മൂന്നാമത്തേത് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഇതിനകത്ത് ചെറുപ്പക്കാരെ ഇവിടെ നിർത്തത്തക്കവണ്ണമുള്ള ഒരു ഫേവറബിൾ സിറ്റുവേഷൻ കേരളത്തിലില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ കൂടാനാണ് സാധ്യത. ഇനി മൈഗ്രേഷൻ കൂടിക്കഴിയുമ്പോൾ അപകടം എന്താ? അവർക്ക് മക്കളുണ്ടാകുന്നതും വിദേശത്താണ്. അപ്പൊ ഈ മാതാപിതാക്കളുടെ കാലം കഴിയുമ്പോഴേക്കും സഭയും ഈ നാട്ടിലും അങ്ങനെ ഒരു വലിയ ദാരിദ്ര്യം ഉണ്ടാകും, അന്യമാവുന്നു. പത്തനംതിട്ട ജില്ല വിൽപ്പനയ്ക്കെന്നും പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ എന്റെ കൺസേൺ അതാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഓരോ പള്ളികളിലും കൂടിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരും കുട്ടികളും ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും ഭാവി എന്താണ്? ഇത് ഒരു കൺസേൺ, ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ. അതുപോലെ തിരുമേനി ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുകയും പിന്നെ കുറച്ചാള് വിദേശത്ത് സഭ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അപ്പം അവിടങ്ങളിലല്ല, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിട്ടയർമെന്റ് ഹോമുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അവിടുത്തെ ഗവൺമെന്റ് ഒരു പോളിസി തന്നെയാണ്. ഒരു സമയം കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിഞ്ഞാൽ അവരെ അങ്ങ് റിട്ടയർമെന്റ് ഹോമിലേക്ക് അവർ പോവുകയും മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം. അത് നമ്മുടെ കേരളത്തിലും അതൊരു അത്യന്താപേക്ഷിതമല്ലേ, ആവശ്യമല്ലേ? അതിന് സഭയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇത് ഈ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം മക്കളില്ല, അവരെ നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പോൾ തന്നെ ഞാൻ പള്ളികളിൽ ചെല്ലുമ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കരുത്. അപ്പൊ ഞാൻ കാര്യമായിട്ടത് ആലോചിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഈ വൃദ്ധമന്ദിരങ്ങളിൽ നമുക്ക് ഒരു സർവീസ് എന്നുള്ള നിലയിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് കുറച്ച് സാധിക്കുന്നുണ്ട്, കുറച്ച് പേർ. പക്ഷെ കുറെ കൂടെ ഉന്നത നിലവാരത്തിൽ അവർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ്, റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകണം. അത് ഈ സാമ്പത്തികമായി നോക്കിയാൽ, ശുശ്രൂഷാപരമായി അത് ആവശ്യമാണ്. സാമ്പത്തികമായി നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകവും ആകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് റിട്ടയർമെന്റ് ഹോമുകൾ. അത് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇപ്പം കൊച്ചിയിലും സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം പിന്നെ നമ്മുടെ ഓരോ പ്രാന്തപ്രദേശങ്ങളിലും ഇത് വരണം എന്നുള്ളതാണ്. കാരണം പല വീടുകളിലും ആളില്ല. അപ്പൊ അവരൊക്കെ ബുദ്ധിമുട്ടുന്ന, ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കള് 2 പേരുള്ളിടത്തുണ്ട്, ചിലപ്പോൾ ഒരാൾ മാത്രം ഉള്ളിടത്തൊക്കെ ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ അവര്
അവർക്ക് ആശ്രയിക്കാൻ വേറെ ആളുകളില്ല. ഇല്ല. പിന്നെ ഇപ്പൊ വന്ന് മലയാളികളെ കിട്ടാത്തതുകൊണ്ട് ബംഗാളികളെ വരെ ആശ്രയിച്ച് ബംഗാളികളാണ് പല വീടുകളിലും ഇപ്പം മാതാപിതാക്കളെയൊക്കെ നോക്കുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് പരമായി നോക്കിയാൽ അതിനൊരു സാധ്യതയുണ്ട്. എല്ലാ മാതാപിതാക്കളും അവരുടെ വീട് വിട്ടു പോകത്തില്ല. അവരുടെ വീട്ടിൽ തന്നെ കഴിയണമെന്നുള്ളവർക്ക് നമുക്കൊരു സർവീസ് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് മെഡിസിൻ വേണം, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ, ഇതിന് ഒരു സംവിധാനം എനിക്ക് തോന്നുന്നു ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അതിനാള് വേണം, നമുക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാം, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആകും. അപ്പോൾ അവർക്ക് വീട് വിട്ടു പോകാൻ മനസ്സില്ലാത്ത കുറച്ച് പേരുണ്ട്, ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. എല്ലാവരും അറ്റാച്ച്ഡ് ആണ്, പക്ഷെ കുറച്ച് പേര് മാറി താമസിക്കുന്നവർക്ക് ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയും മറ്റുള്ളവർക്ക് ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനും സാധിച്ചാൽ ഈ അവരുടെ ഈ വാർദ്ധക്യകാലത്തെ കുറച്ച് കേറ്റർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതൊരു നല്ല കാര്യം തന്നെ. അതൊന്ന് തിരുമേനിയൊക്കെ ഈ പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു തിരുമേനി ആയതുകൊണ്ട് തിരുമേനിക്ക് അത് പറ്റും. അങ്ങനെയൊക്കെയുള്ള അല്ലാതെ കാര്യങ്ങൾ ഒരു നീഡാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുമേനി ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ മക്കളുമാരൊക്കെ വിദേശത്തുള്ളവര് അവരും ആശങ്കയില. അതെ. നാട്ടിലെ പിന്നെ അപ്പനും അമ്മയും എങ്ങനെ ആയിരിക്കും, അവരെന്ത് ചെയ്യായിരിക്കും, അവർക്കൊരു അസുഖം വന്നാലാരുണ്ട്, അങ്ങനെയൊക്കെ ഇപ്പൊ എപ്പോഴും ഈ പറയുന്ന ബംഗാളികളെ പോലും ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പം നമ്മൾ സഭയായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഭദ്രാസനമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പള്ളിയായിട്ട് ഇങ്ങനെ ഒരു പള്ളികളായിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിദേശത്തിരിക്കുന്ന മക്കൾക്കും ആശ്വാസം. അതെ. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം തിരുമേനി. അതൊന്ന് ഒരു നല്ല കാര്യം. അല്ലാതെ വളരെ കാര്യമായിട്ട് മനസ്സിലുള്ള ഒരു ചിന്തയാണ്. ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമുള്ള ഒരു കാര്യം കൂടെയാണ്. അതെ. തിരുമേനി പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്, അതും അതെങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഹൈ സ്റ്റാൻഡേർഡ് റിട്ടയർമെന്റ് ഹോം ഒക്കെ ആയിക്കഴിഞ്ഞു കുറെ ഉണ്ട്. അതൊക്കെ തിരുമേനി പോയി വല്ലപ്പോഴും സന്ദർശിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അവർക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു റിട്ടയർമെന്റ് ഹോമിൽ ചെന്നപ്പം അവിടെ വളരെ നമ്മൾക്ക് ആ ഒരു നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. പിന്നെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി. അതെ. പിന്നെ അവർക്ക് പ്രയർ അവർക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ അങ്ങനെ, ഹിന്ദുക്കൾക്കാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ്. അതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെ ഉണ്ട്. പിന്നെ വാഹനങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ കോന്നിയില് നമ്മുടെ സീക്കരാജനച്ഛന്റെ ഒരു സംവിധാനമുണ്ട്. അവിടെ ഇതുപോലെ ഈ ഒരു കൺസെപ്റ്റില് അവിടെ പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുമേനി താമസിച്ചിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷം, നല്ല ഫെസിലിറ്റിയാ. എന്നെ പറയുന്നത് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. നമ്മുടെ സഭയായിട്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ കുറെ പേർക്ക് അതുകൊണ്ട് ചിലർക്ക് ജോലിയാവും. മറ്റേ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഇതുപോലെ അത് ഈ ഒരു പെയ്ഡ് സംവിധാനമായിരിക്കണം, സൗജന്യമായിട്ട് ചെയ്യുന്നത്. അല്ല, സീക്കരാജനച്ഛൻ ആ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഫങ്ഷൻ ചെയ്യേണ്ട ഒരു സെന്റർ തന്നെയാണ്. അവിടുത്തെ ഫെസിലിറ്റി അച്ഛൻ ആ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറെ കൂടെ അതിനെ ഫങ്ഷനിലാക്കാനായിട്ട് ഉള്ള ക്രമീകരണം ചെയ്താൽ മതി. അത് ഒരു ഭദ്രാസനം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ രീതിയിലേക്ക് അത് വരത്തുള്ളൂ. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഒരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിനകത്ത് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പിന്നെ പഠിച്ചതിന് ശേഷം ആ കാര്യങ്ങളിൽ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ തിരുമേനിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള സെന്ററുകൾ നമുക്ക് നമ്മുടെയൊക്കെ ഈ പറയുന്ന തിരുമേനി പറഞ്ഞു നരിയാപുരത്ത് നമുക്ക് നേരത്തെ അച്ഛന്മാര് താമസിച്ചിരുന്ന നമുക്ക് ചെയ്യാവുന്ന കാര്യം. നമുക്ക് അതിനകത്തൊരു വഴിയുടെ വീതി കുറവുണ്ട്. അപ്പൊ അതിന് ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പെർമിഷൻ കിട്ടുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ചൂടെ വഴി സൃഷ്ടിക്കാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്, അന്വേഷണം നടക്കും. വഴി മേടിക്കാനോ
അത് മേടിച്ചിട്ട് അവിടെയൊക്കെ അല്ല അങ്ങനെ അതെനിക്ക് തോന്നുന്നു ടൗണിനകത്ത് തന്നെയും കൂടെ അല്ലേ? ടൗൺ അല്ല, ഇച്ചിരി ഉള്ളില്ല, ഇച്ചിരി ഉള്ളില്ല. ഹരിയാപുരത്തു നിന്ന് ഒരു ഇത്തിരി ഉള്ളിലോട്ട് പോകണം. ആ. പക്ഷേ റോഡ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്ഥലമാണ് ഈ പറയുന്ന റിട്ടയർമെന്റ് ഹോമിനുള്ള ബെസ്റ്റ് സ്ഥലം തിരക്കുകളിൽ നിന്ന് എന്ന് ഒഴിഞ്ഞ് പറഞ്ഞാൽ. എന്നാ പിന്നെ അതിനകത്ത് തന്നെയാണ് അത് ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഒരു ഹരിയാപുരത്തു നിന്ന് പന്തളം എത്ര കിലോമീറ്റർ ആണ്? ഒരു 4-5 കിലോമീറ്റർ അല്ലെ 6 കിലോമീറ്ററിനുള്ളിൽ. പന്തളത്ത് പോകുന്നതിനും പത്തനംതിട്ട പത്തനംതിട്ട വരുന്നതിനും എല്ലാം. അവർക്ക് പിന്നെ അവിടെ ഒരു ചാപ്പലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാപ്പൽ ഓൾറെഡി ഉണ്ട്. ചാപ്പൽ ഓൾറെഡി ഉണ്ട്. ആ. ഓ, സംവിധാനങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. അതിനകത്ത് ചാപ്പലുണ്ട്. അവിടെ നമ്മളെല്ലാം ഞായറാഴ്ച കുർബാനയുണ്ട് ഇപ്പം. ഓ, ഉണ്ട്. ആര് നമ്മുടെ ഇവിടുന്ന് ഒരു അച്ഛൻ കുർബാന ഇല്ലെന്നുണ്ട്, അതിന്റെ പരിസരത്തുള്ളവരൊക്കെ കുർബാനയിൽ സംബന്ധിക്കും. അപ്പൊ അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അതൊന്ന് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോ ഇത്രയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അതിനകത്തോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാടാൻ. അത് വരും. ഇത്രയും നേരം ഈ തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ തിരുമേനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.